ക്യാപ്റ്റന്റെ സ്പെഷ്യൽ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ കായിക അധ്യാപകർ നേരിടുന്നത് കടുത്ത അവഗണന. പല സ്കൂളുകളിലും ആവശ്യത്തിന് കായികാധ്യാപകർ ഇല്ലാത്തതിനാൽ ജോലിഭാരം കൂടുതലാണെന്ന പരാതി ഉയരുന്നുണ്ട്. ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളിൽ പഠിപ്പിച്ചാലും കായിക അധ്യാപകർക്ക് ലഭിക്കുന്നത് പ്രൈമറി അസിസ്റ്റന്റുമാരുടെ വേതനം മാത്രമാണ്. സംസ്ഥാനത്തെ 5463 സ്കൂളുകളിലായി 1869 കായികാധ്യാപകർ മാത്രമാണ് നിലവിലുള്ളത്. പല സ്കൂളുകളിലും ആവശ്യത്തിന് കായികാധ്യാപകർ ഇല്ലെന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾ കുറഞ്ഞതിന്റെ പേരിൽ പലർക്കും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലുമാണ്. ഹയർ സെക്കൻഡറിയിലും VHSCയിലും കായിക അധ്യാപക തസ്തികയില്ല. പല സ്കൂളുകളിലും താൽക്കാലിക അധ്യാപക നിയമനം നടക്കുന്നുണ്ടെങ്കിലും ഗസ്റ്റ് അധ്യാപകർക്ക് കൊടുക്കുന്നത് പോലുള്ള വേതനവുമില്ല. പഠിപ്പിക്കുന്നത് ഹൈസ്കൂളിലാണെങ്കിലും LP UP അസിസ്റ്റന്റുമാരുടെ ശമ്പളമാണ് കായികാധ്യാപകർ ലഭിക്കുന്നത്. അർഹിക്കുന്ന വേതനം ലഭ്യമാക്കണമെന്ന ആവശ്യമുയർത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായെങ്കിലും കണ്ടില്ലെന്ന മട്ടിലാണ് സർക്കാർ. കൂടാതെ അധിക ജോലിഭാരവും. ഹൈസ്കൂൾ അധ്യാപകർക്കാണ് ഹയർ സെക്കൻഡറി വരെയുള്ള കായികമേളയുടെ ചുമതല. കേരള എഡ്യൂക്കേഷൻ റൂൾ പ്രകാരം മേളകളുടെ ചുമതല കായിക അധ്യാപകർക്കല്ലെങ്കിലും പലപ്പോഴും അതുകൂടി ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. 500 വിദ്യാർത്ഥികൾക്ക് ഒരു കായികാധ്യാപകൻ എന്ന അനുപാതം അവരുടെ ആവശ്യം പരിഗണിച്ച് 300 കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ എന്നാക്കി മാറ്റുന്നതായി വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും മറ്റ് ആവശ്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കുന്നതുവരെ നിസ്സഹകരണം തുടരുമെന്നാണ് കായികാധ്യാപകരുടെ തീരുമാനം. സഹകരിക്കില്ല എന്ന നിലപാടിൽ നിന്നും അധ്യാപകർ പിന്മാറിയില്ലെങ്കിൽ ഒക്ടോബർ 22 നടക്കാനിരിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് അവതാളത്തിലാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തങ്ങൾ നേരിടുന്നത് കടുത്ത അവഗണനയാണെന്ന് കായികാധ്യാപകർ പറയുകയാണ്. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പ്രതികരണങ്ങൾ കേൾക്കാം. കായികാധ്യാപകരുടെ അധ്യാപകരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ അധ്യാപകരുടെ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ നിൽക്കുന്ന ഒരു കായികാധ്യാപകൻ അവർക്ക് 8-9 ക്ലാസ്സിൽ കൂടെ 5 ഡിവിഷൻ വേണം. 10ാം ക്ലാസ് കൂട്ടത്തുമില്ല. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ ഡിവിഷൻ 10ാം ക്ലാസ് അവിടെ പഠിപ്പിക്കുകയും വേണം. എന്നാൽ ആ 10ാം ക്ലാസ്സും കൂടെ കൂട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ അധ്യാപകൻ പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ്. അതുപോലെ UP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 കുട്ടികളാണ് വേണ്ടുന്നത്. അത് മാറ്റി 300ലേക്ക് ആക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞു. പക്ഷേ ഇതുവരെ ആക്കിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകനും വാങ്ങുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LP ശമ്പളമാണ് വാങ്ങുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു ഇതിലൂടെയാണ് പോകുന്നത്. പിന്നെ ഈ പറയുന്ന ഹയർ സെക്കൻഡറിയിലെ ജോലിഭാരവും കൂടെ കായിക അധ്യാപകർക്കുണ്ട്. ആ ഒരു ഇതൂടെ വെച്ചിട്ടാണ് ഇത്രയും ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. കായിക അധ്യാപകന് ജോലിയില്ലാത്ത ഒരവസ്ഥ, ജോലി ലഭ്യമാകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് കടന്നത്. 65 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു KER ആണ് ഇന്നും നിലവിലുള്ളത്. 1:45 എന്നുള്ളത് 1:30 35ലേക്കും റേഷ്യോ ക്രമീകരിച്ചപ്പോൾ കായികാധ്യാപകൻ്റെ റേഷ്യോ ഇന്നും 500 കുട്ടിക്ക് ഒരു കായികാധ്യാപകൻ എന്നുള്ളതാണ്. സ്കൂളിൻ്റെ മറ്റു ഉത്തരവാദിത്തങ്ങൾ കൂടി കായികാധ്യാപകൻ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പണ്ട് കായികമേളയിലെ മത്സര ഇനങ്ങളുടെ എണ്ണം കുറവായിരുന്നു. ഇന്ന് ഏതാണ്ട് 35 പുറത്ത് കായിക ഇനങ്ങളും 3 കാറ്റഗറിയിലായിട്ട് 6 തലത്തിലുള്ള മത്സരങ്ങൾ, ബോയ്സ് ഗേൾസ് തിരിക്കുമ്പോൾ 6 തരത്തിലുള്ള മത്സരങ്ങൾ നടത്തണം. ശരിയായിട്ടുള്ള ഫണ്ടിങ് ഇല്ലാത്തതിൻ്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ഒരുപാട് അധ്യാപകർക്ക് അനുഭവിക്കേണ്ടതായ സാഹചര്യം. നമ്മുടെ സാലറി ആയാലും നമ്മുടെ പഠന സമ്പ്രദായത്തിലും നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറികളിൽ പോസ്റ്റില്ല, UPകളിൽ സ്കൂളുകളിൽ പോസ്റ്റില്ല. ഇത് ശരിക്കും ഒരു സ്കൂളിൽ ഒരു കായികാധ്യാപകൻ വേണമെന്നുള്ളതാണ്. സംസ്ഥാനത്തെ കായികാധ്യാപകർ കടുത്ത അവഗണന നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ആതിരായി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ആതിര, പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ കായികാധ്യാപകർ ഇതിനിടെ അറിയിച്ചു കഴിഞ്ഞതാണ്. കായികാധ്യാപകർ നിസ്സഹകരണം തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ കായിക മേഖലയെ കൂടി ബാധിക്കാൻ, അതായത് നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് ഒക്കെ അവതാളത്തിലാകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? സംസ്ഥാനത്ത് കായിക അധ്യാപകർ നേരിടുന്നത് കടുത്ത അവഗണനയാണ്. വേതനത്തിൽ ഉൾപ്പെടെ അവർക്ക് നേരിടുന്ന ഒരു വിവേചനം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ കായിക അധ്യാപകർ നടത്തിയിരുന്നു. ഈ വേതനത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ UP ഹൈസ്കൂൾ എന്നീ ക്ലാസ്സുകളിൽ കായിക അധ്യാപകർക്ക് ലഭിക്കുന്നത് LP സ്കൂളിലെ ആ ഒരു ശമ്പളമാണ്. മാത്രമല്ല ഈ ഹയർ സെക്കൻഡറി പോലുള്ള തലങ്ങളിൽ ഈ അധ്യാപകരുടെ തസ്തിക തന്നെയില്ല. കായിക അധ്യാപകർ എന്ന ഒരു തസ്തിക തന്നെയില്ല. സംസ്ഥാനത്ത് 5000-ൽ കൂടുതൽ സ്കൂളുകളിലായി 2000-ൽ താഴെ മാത്രം അധ്യാപകരാണ് നിലവിലുള്ളത്. പല സ്കൂളുകളിലും അധ്യാപകരില്ല എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂൾ കായികമേളകൾ എത്തുമ്പോൾ അത് വലിയ രീതിയിൽ ഈ അധ്യാപകർക്ക് ഒരു തലവേദനയായി മാറുന്നൊരു കാഴ്ചയാണ്. കാരണം ഈ സ്കൂൾ കായികമേളകളും അതുപോലെ തന്നെ സബ് ജില്ലാ തലത്തിലുള്ള കായികമേളകളൊക്കെ തന്നെ കായിക അധ്യാപകർ ഏറ്റെടുത്ത് അതിൻ്റെ ചുമതല മുഴുവൻ വഹിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് സംസ്ഥാനത്ത്. പക്ഷേ ഇത്തരത്തിൽ ഈ സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇവർക്ക് ഈ സാമ്പത്തിക
സാമ്പത്തിക ബാധ്യത പലപ്പോഴും ഈ സ്കൂൾ കായികമേളകളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മൊത്തം ഈ അധ്യാപകരുടെ തലയിൽ വരുന്ന ഒരു സ്ഥിതിയുണ്ട്. പലപ്പോഴും ഫണ്ടുകൾ ഇവർക്ക് തിരിച്ചു കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശമ്പളം കുറവാണെന്നത് മാത്രമല്ല, പല അധ്യാപകർക്കും നിലവിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിൻ്റെ കൂടെ ഈ കായിക മേളകൾ ഏറ്റെടുക്കുന്നതോടുകൂടി ഇവർക്ക് കുറവായ ശമ്പളത്തിന് പുറമെ ഇവർക്ക് ആ സാമ്പത്തിക ബാധ്യത കൂടി തലയിലെടുത്ത് വെക്കേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. കടുത്ത അവഗണന സംസ്ഥാനത്തെ കായിക അധ്യാപകർ നേരിടുകയാണ്. അവരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ടോപ് 10 ആഗ്രഹിക്കുകയാണ്.